ധന്യനായ കർത്താവിനെ മഹത്വം. ഇസ്രായേലേഖനം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അവരെല്ലാവരും വാക്തത്വ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവർണിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റവും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അപ്പോൾ വാക്തത്വത്തിന്റെ അവകാശം പ്രാപിച്ച പഴയ നിയമസഭയിൽ അല്ലെങ്കിൽ പഴയ നിയമസഭയ്ക്ക് മുൻപുണ്ടായിരുന്ന വിശുദ്ധൻ, പഴയ നിയമസഭയുടെ ജനനം അബ്രഹാമിൽ കൂടെ എങ്കിൽ പോലും പ്രമാണം ലഭിച്ചത് സീനായ് പർവ്വതത്തിൽ മോശയ്ക്കാണ്. അപ്പോൾ അബ്രഹാം മുതലുള്ള വിശുദ്ധന്മാരുടെ ചരിത്രം ഇങ്ങോട്ടെടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോഴാണ് ഉത്തരേശ്വരയിൽ സ്വർഗസിയോനെ കുറിച്ച് ഒക്കെയുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. പഴയ നിയമത്തിൽ അത് അത്രമാത്രം വ്യക്തമല്ല. എങ്കിൽ പോലും അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള വിശുദ്ധന്മാർ അതിനുവേണ്ടി നോക്കി പാർത്തു എന്നാണ് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഒരു പിതൃദേശം, അവർക്ക് പിതൃദേശം എന്ന് പറയുമ്പോൾ അവരുടെ പിതാക്കന്മാരുടെ അവകാശദേശം അത് സ്വർഗീയമായതാണ് എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത്. കാരണം അവർ വിട്ടുപോകുന്നതിനെ ഓർത്ത് 15-ാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ മടങ്ങിപ്പോകുവാൻ അവർക്ക് ഇടയുണ്ടായി. അതായത് അബ്രഹാം വിട്ടുപോകുന്ന ഊരിലേക്ക്, അല്ലെങ്കിൽ അബ്രഹാം വിട്ടുവന്ന ഊർ ആണ് അവന്റെ പിതൃദേശം എങ്കിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? ആ ഊർ ദേശത്തേക്ക് അബ്രഹാമിന് മടങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ ഇവിടെ അബ്രഹാം അങ്ങനെ മടങ്ങിപ്പോയതായി കാണുന്നില്ല. അതിന്റെ അർത്ഥം ഊരല്ലായിരുന്നു അബ്രഹാമിന്റെ പിതൃദേശം, അതിനപ്പുറമായി സ്വർഗീയമായതൊന്നിനെ അബ്രഹാം കാംക്ഷിച്ചിരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത്. അപ്പോൾ പഴയ നിയമസഭയ്ക്ക് പോലും സ്വർഗീയമായതൊന്ന് തങ്ങൾക്കുണ്ട എന്നുള്ള ഉറച്ചൊരു വിശ്വാസം അവിടെ അന്തരാത്മാവിനുണ്ടായിരുന്നു. അതാണ് അബ്രഹാം കൂടാരമടിച്ച് മാറി മാറി കൂടാരമടിച്ച് താൻ കടന്നുപോയ ഇടങ്ങളിലൊക്കെ താൻ ഒരു പരദേശിയെ പോലെ പാർക്കുമ്പോൾ, അപ്പോൾ അബ്രഹാമിന് അതിനുള്ള വെളിപ്പാടുകളോ അബ്രഹാമിന് അതിനെക്കുറിച്ചുള്ള അറിവുകളോ ഒന്നും പ്രമാണങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എങ്കിൽ പോലും അവന്റെ ഉള്ളിൽ, അവന്റെ അന്തരാത്മാവിൽ താൻ ഒരു പരദേശിയാണ്, തനിക്കൊരു പിതൃദേശമുണ്ട്, അല്ലെങ്കിൽ തനിക്ക് ഉറപ്പുള്ള ഒരു പട്ടണം, ഒരു പിതൃദേശം ഉണ്ടെന്നുള്ള ഒരു അറിവ് അവന്റെ അന്തരാത്മാവിൽ ഉള്ളത് കൊണ്ട് ലോകപ്രകാരമുള്ള ഊരല്ല അവന്റെ പിതൃദേശം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിലേക്ക് അവന് മടങ്ങി പോകാമായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പക്ഷെ അവൻ അങ്ങനെ പോയില്ല. അപ്പോൾ തന്നെ അവരൊരു പിതൃദേശം, അതായത് ഒരു പിതാവിന്റെ അവകാശം അവർക്ക് ദൈവം വെച്ചിരുന്നു എന്നുള്ളൊരു അറിവ് അബ്രഹാമിന് ഉണ്ടായിരുന്നു എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തും. അപ്പോൾ ഈ യാത്രാമധ്യത്തിൽ ഇപ്പൊ മോശയെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു അറിവ് നമുക്ക് തിരുവഴുത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയും. പിക്സായുടെ മുകളിൽ കയറി ആ ദേശം, കനാൻ ദേശം 40 വർഷം ആകാംക്ഷയോട് അതിനുവേണ്ടി കടന്നു വന്ന ഒരു വളരെ ശ്രേഷ്ഠനും ഉന്നതനും വിശുദ്ധനുമായ ഒരു വ്യക്തിയായിരുന്നു മോശ. പക്ഷെ മോശയ്ക്ക് അവിടെ കടക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഭയപ്പെടണം. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ദിനംതോറും കേൾക്കുന്ന ഒന്നാണ്, സിയോനിൽ വസിക്കണം. നമുക്കിവിടെ നിത്യമായ ഒരു വാഴ്ചയില്ല, നമുക്ക് ഉന്നതത്തിൽ കർത്താവ് ഒരുക്കുന്ന ഒരു വാസസ്ഥലമുണ്ട് എന്ന് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായും നിശ്ചയദാർഢ്യത്തോടു കൂടിയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പുത്തനെരുശലേമിൽ, സ്വർഗ്ഗസിയോനിൽ പുതിയ നിയമല്ല ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് വസിക്കുവാനൊക്കെ കൊണ്ടുമുള്ള സകല സജ്ജീകരണങ്ങളും സർവശക്തൻ ഒരുക്കിയിട്ടുണ്ടെന്ന് വ്യക്തമായി. പക്ഷെ ആ വ്യക്തതയില്ലാത്ത പഴയ നിയമസഭയ്ക്ക് പോലും അവരൊരു പിതൃദേശം അന്വേഷിച്ചത് സ്വർഗീയമായതായിരുന്നു എന്ന്
അവർ വിശ്വസിച്ചു എന്നും കാണുവാൻ കഴിയുന്നു. ഇവിടെ വ്യക്തത വരുത്തി തന്ന സ്വർഗസിയോനെ കുറിച്ചുള്ള വ്യക്തത നമുക്ക് ലഭിച്ചിട്ട് പോലും വ്യക്തമായ ഒരു ഓട്ടം ഓടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മോശയോട് പറഞ്ഞു നീ എന്ത് ചെയ്യണം. മോശ അവസാനം ആഗ്രഹം മോശയോട് പറഞ്ഞു നീ കടക്കുകയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കണമേ, ശ്രദ്ധിച്ചു കേൾക്കണം. മോശയോട് പറഞ്ഞു നീ കടക്കുകയില്ല. എത്ര ദുഃഖകരമായ ഒരു കാര്യമാണ്. ദൈവത്തെ മുഖാമുഖം കണ്ടറിഞ്ഞ മോശയെ പോലെ വേറൊരു പ്രവാചകൻ ഇല്ലായിരുന്നു എന്ന് വളരെ വ്യക്തമായി തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരെ മോശയിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, മോശയെ കുറിച്ച് പറയുന്നുണ്ട്, മോശയൊക്കെ എന്നെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര ശ്രേഷ്ഠനായ ഒരു മനുഷ്യനെ പിക്സയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു ദൂരെ നിന്ന് നോക്കി ഒരു അവലോകനം നടത്തുവാൻ മാത്രമേ കനാനെ കുറിച്ച് കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ പുതിയ നിയമ വിശ്വാസിയെ വ്യക്തമായി പുത്തൻ യെരൂശലേമിനെ കുറിച്ചും സ്വർഗസീയോനെ കുറിച്ചും ദൈവം നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുമ്പോൾ, തിരുവഴുത്തിൽ കൂടി വ്യക്തമാക്കി തന്നിരിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ മോശയുടെ ജീവിതത്തിന് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അത് പ്രാപിക്കുവാനുള്ള ഒരു യോഗ്യത സ്നാനപ്പെട്ടതല്ലാതെ അതിനപ്പുറമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കും. ദൈവം പറയുന്നത് പോലെ ദൈവോ അനുകമ്പയോ കരുണയോ സ്നേഹമോ പരോപകാരമോ വിശ്വസ്തതയോ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം പുത്തൻ യെരൂശലേമിലേക്ക് നമുക്ക് കയറുവാൻ കഴിയുമോ? സ്വർഗസിയോനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ മോശയെ പോലുള്ള ഒരു വലിയ വിശുദ്ധൻ എന്തുകൊണ്ട് പ്രവേശിച്ചില്ല കനാനിലേക്ക്? ദൈവത്തിന്റെ ജനമേ, പ്രഭാതത്തിൽ നാം നമ്മളെ തന്നെ ശ്രദ്ധിക്കുകയും നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. നാം ആരാണെന്നുള്ള ഒരു അറിവ് നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമായിരിക്കും. വിശ്വാസത്തോടുകൂടി സിയോനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണമായി ചെയ്യുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദന ചെയ്യണം. അബ്രഹാമിനെ പോലുള്ള വിശുദ്ധന്മാർ പിതൃദേശം അന്വേഷിച്ചുവെങ്കിൽ പ്രമാണത്തിൽ കൂടി വളരെ വ്യക്തമായി നമുക്കൊരു പിതൃദേശത്തെ ദൈവം കാണിച്ചു. നമ്മുടെ വാസം ഇവിടെയല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഈ മൺകൂടാരം എങ്ങനെ വേണമെങ്കിലും ഉടഞ്ഞു പോകുവാൻ്റെ കൊണ്ട് ഇവിടെയാകും. അതിനപ്പുറമായി നമുക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ യെരൂശലേമിനെ പ്രാപിപ്പാൻ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം, ഇന്ന് നീ ചെയ്യരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായ നിർദ്ദേശം തന്നിരിക്കുമ്പോൾ അതനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനും പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.